പാലക്കാട് മണ്ണാർക്കാട് നടന്ന അനുമോദന ചടങ്ങിൽ കുട്ടികളെ മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ.ടി. ജലീൽ അപമാനിച്ചു എന്നൊരു പരാതി. മേൽവിലാസം തെറ്റിച്ചെഴുതിയെന്ന് പറഞ്ഞുകൊണ്ട് കുട്ടിയെ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി ചെവിയിൽ നുള്ളിയെന്നാണ് പരാതി. ചടങ്ങിൽ പങ്കെടുത്ത കുട്ടികളോട് അക്ഷരം അറിയില്ലേ എന്നും ജലീൽ ചോദിച്ചു. മണ്ണാർക്കാട് നഗരസഭയിലെ 3 വാർഡുകളുടെ വിജയോത്സവം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയതായിരുന്നു കെ.ടി. ജലീൽ. ദൃശ്യങ്ങളിലേക്ക്. ടെൻഷനായാൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ പാടില്ല. അഡ്രസ്സ് എഴുതാൻ പറ്റില്ല. ഉറപ്പാണോ? ഇതിലൊന്ന് എഴുതി. അഡ്രസ്സ് എഴുതാൻ അറിയില്ല. എടോ, അഡ്രസ്സ് എഴുതാൻ അക്ഷരങ്ങൾ അറിയുമെങ്കിൽ അഡ്രസ്സ് എഴുതാൻ എന്തുകൊണ്ട് അറിയില്ല? രവികുമാർ എന്നല്ലട, രവികുലാർ എന്ന് എഴുതിക്കുന്നത് എന്താ? ഇക്ബാൽ അറക്കൽ വിവരങ്ങൾ നൽകും. പല ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. അദ്ദേഹം അത് ഏത് തരത്തിൽ എന്തുദ്ദേശിച്ചാണ് ചെയ്തത്, അത് എപ്പോൾ സംഭവിച്ചതാണ്? ഒരു പോസിറ്റീവായി കുട്ടികളെ ഒന്ന് ഒരു വാത്സല്യത്തോടു കൂടി ശകാരിക്കുക എന്നുള്ള ഉദ്ദേശമായിരുന്നു. എന്താണെങ്കിലും അവിടെ സദസ്സിലും വേദിയിലും ഉണ്ടായിരുന്ന ആളുകളൊക്കെ ചിരിക്കുകയും കയ്യടിക്കുകയും ഒക്കെയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ സംഭവത്തെ കാണേണ്ടത്? ഷിഹാസ്, കഴിഞ്ഞ ദിവസമാണ് മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയുടെ 19, 20, 22 വാർഡുകളിലെ ഈ SSLC +2 അതുപോലെ തന്നെ LSS USS സ്കോളർഷിപ്പ് എല്ലാം നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു അനുമോദന ചടങ്ങ് നടത്തിയത്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തിയതായിരുന്നു മുൻ മന്ത്രി കൂടിയായിരുന്ന കെ.ടി. ജലീൽ. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതിനു ശേഷം പിന്നീട് അദ്ദേഹം വിദ്യാർത്ഥികളുമായി സംസാരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. ചടങ്ങിൽ പങ്കെടുത്ത കുട്ടികളോട് അക്ഷരം അറിയില്ലേ എന്ന രീതിയിൽ ചോദിക്കുകയും ചില വിദ്യാർത്ഥികൾ അഡ്രസ്സ് തെറ്റിച്ച് എഴുതി എന്ന് പറഞ്ഞിട്ട് ചില കുട്ടികളെ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തു. പിന്നാലെ ഒരു കുട്ടിയുടെ ചെവിയിൽ നുള്ളുകയും ചെയ്തു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഈ സംഭവം അത് എങ്ങനെ വായിച്ചു നോക്കണം എന്നുള്ളത് ഏതായാലും പരിശോധിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ ഒരു പരാതിയുമായി ഇപ്പോൾ രംഗത്തേക്ക് വന്നിരിക്കുന്നത് MSF ആണ്. MSF പറയുന്നത് വിദ്യാർത്ഥികളെ കെ.ടി. ജലീൽ പരസ്യമായി അപമാനിച്ചത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കായികമായി ഉപദ്രവിച്ചത് ബാലാവകാശ ലംഘനമാണ്. കുട്ടിയുടെ ചെവിയിൽ നുള്ളുന്നതിൻ്റെ ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് തീർത്തും ബാലാവകാശ ലംഘനമാണ് എന്നുള്ളതാണ് MSF പറയുന്നത്. ഈ വിഷയത്തിൽ ബാലാവകാശ കമ്മീഷൻ കെ.ടി. ജലീലിനെതിരെ സ്വമേധയാ കേസെടുക്കണം എന്നുള്ളതാണ് MSFിൻ്റെ പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അമീൻ റാഷിദ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഷിഹാസ്, ശരി, ഇക്ബാൽ അറക്കലാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.